ണ്ട് സുനിലാണ്, അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത്. അപ്പോൾ നമുക്കിന്നൊരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു 4 ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുക. ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ. എല്ലാവിധ കൃഷികൾക്ക് അനുയോജ്യമായ 4 ഏക്കർ ഡോക്യുമെൻ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ. അതുപോലെ ഏലകൃഷിക്ക്, ജാതി കൃഷിക്കും, കുരുമുളക് കൃഷിക്കും, കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലനൊരു സ്ഥലമാണ്. അതുപോലെ ഈ സ്ഥലത്തിന് വലിയ ചെരിവൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ്, ചെറിയ ചെരിവുള്ളൂ. നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ ടൂറിസം പർപ്പസിന് പ്രത്യേകിച്ച് റിസോർട്ടൊക്കെ ചെയ്യാനോ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനോ അനുയോജ്യമായിട്ട് നല്ലൊരു സ്ഥലമാണിത്. നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള മേഖലയല്ല, നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. നിലവിൽ നേരത്തെ ഇതിൽ കൃഷി ചെയ്തിരുന്നത് റബ്ബറായിരുന്നു കേട്ടോ. റബ്ബറൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൊക്കോ മാത്രമേ ഉള്ളൂ. അതുപോലെ കുറച്ച് കവുങ്ങുണ്ട് കൃഷിയായിട്ട്. കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചേലച്ചോട്ടിന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇങ്ങോട്ടേക്ക്. ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കുരുമുളകും ഏലവും ജാതിയും കൊക്കോയൊക്കെ തന്നെയാണ്. സ്ഥലത്തിൻ്റെ ടോപ്പിലേക്ക് ചെല്ലുന്തോറും തട്ടുതട്ടൊക്കെ ആയിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ്. കയറി ഇറങ്ങി നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ പണിക്കാരെയൊക്കെ കിട്ടുന്ന മേഖലയാണ്. എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ളത് നമുക്ക് പാൽക്കുളമേടാണ്. ഈ കാണുന്നതാണ് പാൽക്കുളമേട്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ്. 4 ഏക്കർ സ്ഥലത്തിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ. നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന പാൽക്കുളമേടിൻ്റെ വ്യൂ ആണ് കേട്ടോ. നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ. ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. സ്ഥലം കുത്തനെയുള്ള ചെരിവൊന്നും ഇല്ല കേട്ടോ. കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെറിയ രീതിക്കുള്ള ചെരിവാണ്. രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂള്, അതുപോലെ തന്നെ +2 VHC, ആരാധനാലയങ്ങൾ, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ്. നിലവിൽ നമുക്കിതിനകത്ത് 10ഓളം ഏകദേശം തെങ്ങുണ്ട് കേട്ടോ. 10ഓളം തെങ്ങുണ്ട്. അതുപോലെ കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്യാനൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഫാമൊക്കെ ചെയ്യാൻ, ഫാമിങ്ങിനൊക്കെ, ഫാം ടൂറിസമൊക്കെ ചെയ്യാനും നല്ലതാണ് കേട്ടോ. കുറച്ച് കുരുമുളകൊക്കെ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട്. സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ തെളിച്ചെടുത്തിട്ട് കൃഷി വീണ്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. ഏലമൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റും, ജാതിയും കുരുമുളകൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റും.
കുറച്ച് റബ്ബറും അതുപോലെ പാഴ്മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മരങ്ങളൊക്കെ ഇതിനകത്ത് വെട്ടി കേട്ടോ. കാണുന്ന പഴയ വീടിൻ്റെ ഒരു തറയാണ്. നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ. വീടിൻ്റെ കുറച്ച് ഭാഗമാണ് ചെറിയ ഷെഡായിട്ട്. നിലവിൽ ഈ ഷെഡിൽ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. മരം വെട്ടിപ്പോൾ പോസ്റ്റ് ഒന്ന് ഒടിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അത് ക്ലിയർ ചെയ്തെടുത്ത കറണ്ട് കണക്ഷൻ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത്. അതുപോലെ നമുക്ക് ടോപ്പ് സൈഡിലേക്ക് നേരത്തെ വീടുണ്ടായിരുന്ന ഭാഗത്തേക്ക് നമുക്ക് വഴി വേണേൽ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ടാർ റോഡ് തീർന്ന സ്ഥലമുള്ളതിനാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വഴിയൊക്കെ വെട്ടിയെടുക്കാം. ടാർ റോഡ് ചേർന്നാണ് സ്ഥലമുള്ളത്. അതുപോലെ ഇതിലൂടെ നമുക്ക് മേളിലേക്ക് വഴി വെട്ടിയിട്ടുണ്ടായിരുന്നു. മരം ഇറക്കിയപ്പോഴത്തേനും വഴി ഇടിഞ്ഞു പോയതാണ് കേട്ടോ. ഇത് നമുക്കൊന്നുകൂടെ ക്ലിയർ ചെയ്തെടുത്ത ടോപ്പ് വരെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാവുന്നതാണ്. അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് ഓലിയാണ് കേട്ടോ. വെള്ളം പറ്റാത്ത വെള്ളമാണ്. അപ്പോൾ സ്ഥലത്തിന് 4 ഏക്കറിനും പട്ടയമുണ്ട്. മൊത്തം വില 45 ലക്ഷം രൂപയാണ് കേട്ടോ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എല്ലാവിധ കൃഷികൾക്കും ഫാം ടൂറിസത്തിനും റിസോർട്ടിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ്. താല്പര്യമുള്ളവർ വിളിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.